അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR എന്നുള്ളതാണ്. 6th സെമസ്റ്റർ B.Pharm ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി യൂണിറ്റ് 2 സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിയിലെല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. So this is the learning objective of this session. After the session, the learner will able to understand, describe and write about the definition, principle and step and applications of polymerase chain reaction or PCR. So let's start with the definition. Polymerase chain reaction is defined as a technique, a cell-free amplification techniques for synthesizing multiple identical copies of DNA of interest in millions. അപ്പോൾ നമ്മൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാം. ഒന്ന്, ഒരു സെല്ലിൻ്റെ അകത്തുള്ള DNA ആണെന്നുണ്ടെങ്കിൽ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ DNA മൾട്ടിപ്ലൈ ചെയ്യിക്കാം. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. വി ആർ നോട്ട് ഗ്രോയിങ് ദ മൈക്രോ ഓർഗാനിസം ഓർ സെൽ, ബട്ട് വി ആർ synthesizing the multiple identical copies of DNA of interest in an cell-free condition. നമ്മൾ സെല്ലിൻ്റെ ബാക്കിയുള്ള സൈറ്റോപ്ലാസോ അല്ലെങ്കിൽ സെൽവാളോ ഇങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊരു ഇൻവിട്രോ കണ്ടീഷൻസിൽ ലബോറട്ടറി ഇൻവിട്രോ ആംപ്ലിഫിക്കേഷൻ ടെക്നിക് ഫോർ ജനറേറ്റിംഗ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്പെസിഫൈഡ് DNA. ഓക്കെ, ഇപ്പം നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ DNA ഓഫ് ഇൻട്രസ്റ്റ് നമ്മളൊരു DNA നമ്മൾ കണ്ടെത്തി, ദാറ്റ് റെപ്രസെൻറ്റ് സം കൈൻഡ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ് എങ്കിൽ ആ ഒരു DNA പാർട്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ആൻ സെൽ ഫ്രീ കണ്ടീഷൻ, സെല്ല് യൂസ് ചെയ്യാതെ DNA മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ കാരി മുല്ലിസ്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് തന്നെ 1993 നോബൽ പ്രൈസ് വിന്നറാണ് ഈ കാരി മുല്ലീസ് എന്ന് പറയുന്ന ആൾ. ആൻഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് PCR? നമ്മൾ എങ്ങനെയാണോ ഒരു ഓഫീസിൽ ഒരു സെറോക്സ് മെഷീൻ ഒരു ഫോട്ടോകോപ്പിയർ മെഷീൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ടൂളാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ. ഇറ്റ്സ് ആൻ cell-free amplification technique for synthesizing multiple identical copies of DNA of interest in millions. ഒന്നോ രണ്ടോ കോപ്പി ഉണ്ടാക്കാനല്ല പറയുന്നത്, നമ്മൾ ബില്യൺ നമ്പേഴ്സിൽ അതിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൽ ഫ്രീ ലബോറട്ടറി ടെക്നിക്കാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സെല്ലിൻ്റെ അകത്തല്ല, ടെസ്റ്റ് ട്യൂബിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ട്യൂബിനേക്കാളും മൈന്യൂട്ടായിട്ടുള്ള ട്യൂബുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നൗ വാട്ട് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ ഡൂയിങ് ആൻഡ് PCR? എന്തൊക്കെയാണ് മിനിമം വേണ്ട ഒരു റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്? സോ ഫസ്റ്റ് വൺ ഈസ് ടാർഗറ്റ് DNA. ഏത് DNA കോപ്പി എടുക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെ ആംപ്ലിഫൈ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടാർഗറ്റ് DNA നമ്മളെ കയ്യിൽ വേണം. അതിൻ്റെ ഒരു ബേസ് പെയർ ലെങ്ത് ഐഡിയൽ ആണ് നമ്മൾ പറയുന്നത് 100 to 35,000 ബേസ് പെയർ ലെങ്ത് ഒക്കെയുള്ള ഒരു DNA ആണ് ഐഡിയലായിട്ട് നമുക്ക് PCR ചെയ്യാൻ പറ്റുക പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ചെയ്യാൻ. ദെൻ വി റിക്വയർ 2 പ്രൈമേഴ്സ്. പ്രൈമേഴ്സ് ആർ നത്തിങ് ബട്ട് ഒളിഗോ ന്യൂക്ലിയോടൈഡ്, സിംഗിളായിട്ട് നിൽക്കുന്ന ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോസൈഡ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിയോക്സിറൈബോ DNA ആണെങ്കിൽ ഡിയോക്സിറൈബോ ഷുഗറും അതിൻ്റെ കൂടെ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും വരുന്ന സമയത്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ആ നൈട്രജൻ ബേസിനനുസരിച്ച് ന്യൂക്ലിയോടൈഡിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ആൻ സിന്തറ്റിക് ഒളിഗോ ന്യൂക്ലിയോടൈഡ് വിത്ത് 17 to 30 ന്യൂക്ലിയോടൈഡ് ലെങ്ത്. ആൻഡ് യൂഷ്വലി വി ഹാവ് ടു യൂസ് the nucleotide which are complementary region to the target DNA. അപ്പോൾ DNA സീക്വൻസ് നമുക്കറിയാം, അതിലുള്ള നൈട്രജൻ ബേസ് നമുക്കറിയാം. ആ നൈട്രജൻ ബേസിന് കോംപ്ലിമെൻ്ററി ആയിട്ട് 17 to 30 ന്യൂക്ലിയോടൈഡ് ലെങ്ത് ഒക്കെ വരുന്ന രണ്ട് സിന്തറ്റിക് ആയിട്ട് ഒളിഗോ ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകൾ നമുക്ക് വേണം. ഞാൻ വി റിക്വയർഡ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് ലൈക്ക് 4 deoxyribonucleic acid nucleotide like DATP, DCTP, ഡിയോക്സിറൈബോ CTP, സൈറ്റോസിൻ, തൈമിൻ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള
deoxyribonucleotide along with the 2' primer. Then we require an thermostable DNA polymerase enzyme which can withstand up to a temperature of 95 degrees Celsius. Okay, അപ്പോൾ 95 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന DNA പോളിമറൈസ്. എന്താണ് DNA പോളിമറൈസിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ടൂൾസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ലെങ്ത് ഓർ ഇൻ ഓർഡർ ടു പോളിമറൈസ് ദ ഇൻഡിവിജ്വൽ ചെയിൻസ് ഓഫ് DNA, ചെറിയ ചെറിയ ചെയിൻസിനെ പോളിമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ആൻഡ് വി റിക്വയർഡ് സം കൈൻഡ് ഓഫ് ബഫേഴ്സ് ആൻഡ് മഗ്നീഷ്യം, ആൻഡ് we also required a special instrument which is known as thermocycler. Okay, so the property of this thermocycler is it can change into the different temperature. ഒരേ ഒരു വെസൽ എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ we can able to change its environmental condition like 94 to 98 degrees Celsius for 20 seconds, 56 to 65 degrees Celsius for 20 seconds, 70 to 74 degrees Celsius for 5 to 10 minutes. ഈ രീതിയിൽ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തെർമൽ സൈക്ലറും കൂടി നമുക്ക് ആവശ്യമാണ്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ ആൻ PCR polymerase chain reactions. Now, what is the principle? നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. Okay, so in order to generate the copy of DNA from the desirable or target DNA, first step we have to do is we have to separate the individual strands of double stranded DNA. So this process is known as denaturation. So if we are using a double stranded DNA, the first step is we have to separate each strands of DNA into single stranded DNA. So that step is known as denaturation. Now, into this, the single stranded strands of DNA, we will add the primer. So this primer will hybridize with the single strands of DNA. So this process is known as renaturation. Okay. അപ്പോൾ സിംഗിൾ സ്ട്രാൻഡ് DNA കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ പ്രൈമർ ആഡ് ചെയ്യും. നമ്മളൊരു ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കണം. ഡീനാച്ചുറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു give an temperature of 95 degrees Celsius so that the double stranded DNA will be separated into single stranded DNA. Then along with adding the primer, we have to change the temperature to 55 degrees Celsius to hybridize the primer with the single strand of DNA. So this process is known as annealing. Okay, so now this primer template duplex is used for DNA synthesis of enzyme DNA polymerase enzyme. ഇതാണ് 3 സ്റ്റെപ്സ്, ഒരു സൈക്കിളിൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയും. സോ നമ്മളൊരു സിംഗിൾ പീസ് ഓഫ് DNA എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 1 സൈക്കിൾ വി വിൽ ഗെറ്റ് 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, ഒരു സിംഗിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കഴിയുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദ ഇൻഡിവിജ്വൽ സ്ട്രാൻഡ്സ് വിൽ ഫോം ദ കോംപ്ലിമെൻ്ററി DNA. ഓരോ സ്ട്രാൻഡും അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA ആണ് ഫോം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സ്ട്രാൻഡും അതിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 സ്ട്രെയിൻസുകളാണ് കിട്ടുക. നൗ വി ക്യാൻ ഡിസൈഡ് ഹൗ മെനി സൈക്കിൾ ഓഫ് PCR ഷുഡ് ബി റൺ ടു ഗെറ്റ് ഹൗ മെനി കോപ്പീസ് ഓഫ് DNA. ഈ നമുക്ക് എത്ര കോപ്പി വേണം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സൈക്കിൾ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, സോ വി ക്യാൻ ഡിസൈഡ് ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് കോപ്പീസ് ഓഫ് DNA വി റിക്വയർ. Okay, so this is the basic principle of PCR. Now coming to the steps or method of PCR. So the same thing only, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെപ്പായിട്ട് പറയാനുള്ളത്. PCR will be done in 3 steps or 3 stages. So first stage is denaturation, and second stage is renaturation or annealing, and third stage is synthesis or extension or elongation. So ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ denaturation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to give a temperature of 94 to 98 degrees Celsius. Then in case of renaturation or annealing,
we have to give one temperature of 50 to 68 degrees Celsius along with the primer. Now we have to give one 72 degrees Celsius for synthesis or extension or elongation step of PCR. Okay, now we will discuss one by one. നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് വൺ ഇസ് സ്റ്റെപ്പ് 1, ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ. സോ വി ഹാവ് ഓൾറെഡി മെൻഷൻ we have to raise the temperature of this desirable target DNA or desirable DNA to about 94 to 98 degrees Celsius for 20 to 30 seconds. So what will happen? The hydrogen bond between the complementary bases, നമുക്കറിയാം അഡ്നിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ഒക്കെ കോവാലൻ്റ് ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ സ്ട്രാൻഡ് മെൽട്ടാവും, ഈ കോവാലൻ്റ് ബോണ്ട് മെൽറ്റായിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡ്സ് ഓഫ് DNA ആയിട്ട് മാറും. ഓക്കെ, ടു സെപ്പറേറ്റ് സ്ട്രാൻഡ് ഓഫ് DNA. ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ഡീനാച്ചുറേഷൻ. Now coming to the second step, that is annealing or renaturation. ഇപ്പോൾ ഡീനാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് we will add primer along with the temperature condition. From 94 to 98 degrees Celsius, we have to cool the temperature into 54 to 65 degrees Celsius for 20 to 40 seconds. ഓക്കെ, 54 to 65 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൂൾ ചെയ്യിക്കണം. ആൻഡ് അഗെയിൻ വി ഹാവ് ടു ആഡ് പ്രൈമർ വിച്ച് വിൽ ജോയിൻ വിത്ത് ദ കോംപ്ലിമെൻ്ററി റീജിയൻ ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് ടാർഗറ്റ് DNA ടു ബി കോപ്പി. ഡീനാച്ചുറേഷൻ നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയുടെ കോംപ്ലിമെൻ്ററി റീജിയനിലോട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രൈമറുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഈ പറയുന്ന ടാർഗറ്റ് DNA അവിടെ ഫോം ചെയ്യും. ഓക്കെ, നൗ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു എൻഷുർ ദാറ്റ് വി ആർ ഗോയിങ് ടു ആഡ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രൈമർ ടു പ്രൊഡ്യൂസ് ആൻഡ് പ്രോപ്പർ അനീലിംഗ് ബിറ്റ്വീൻ ഈച്ച് സ്ട്രാൻഡ് വിത്ത് ദ പ്രൈമർ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടാർഗറ്റ് DNAനേക്കാളും കൂടുതലായിട്ട് പ്രൈമർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രൈമറുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, സിംഗിൾ സ്റ്റാൻഡ് DNAയിലോട്ട് കയറി അവിടെ അനീലിംഗ് അല്ലെങ്കിൽ റീനാച്ചുറേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് നടക്കും. സോ എലോങ് വിത്ത് ദിസ് പ്രൈമർ വി ഹാവ് ടു ആഡ് ആൻ ഹീറ്റ് സ്റ്റേബിൾ എൻസൈം വിച്ച് ഈസ് നോൺ ആസ് TAQ DNA polymerase ഓർ PFU DNA polymerase. അത് DNA പോളിമറേസിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ഐഡിയലായിട്ട് യൂസ് ചെയ്യുക TAQ DNA polymerase, TAC DNA polymerase എന്ന് പറയും. So this will help to join DNA even in the temperature change and do not need to add any enzyme at the start of each cell. Okay, so this is the second step, annealing or renaturation. Now coming to the third step, that is extension or elongation or synthesis. Now we have to reduce the temperature, or again we have to increase the temperature from 54 to 65 to 72 degrees Celsius. ഓക്കെ, ആദ്യം നമ്മൾ 94 to 98 ടെമ്പറേച്ചർ കൂട്ടി, ദെൻ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് 54 to 65 ആക്കി. അവിടെ നമ്മൾ പ്രൈമർ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ടാക് DNA പോളിമറേസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ചെയ്യുക അറ്റ് 72 ഡിഗ്രി സെൽഷ്യസ്. സോ ദാറ്റ് ഈ ടാക് പോളിമറേസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, 92 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറേസ് ടാക് പോളിമറേസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ടാക് പോളിമറേസിന് മിറർ ഇമേജ് സ്റ്റാൻസുകളൊക്കെ ടെംപ്ലേറ്റുകളായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ന്യൂ സ്ട്രാൻഡ് ഓഫ് DNA വിൽ ബി ഫോം ഫ്രം ദ ബഫർ സൊല്യൂഷൻ കണ്ടെയ്നിങ് ന്യൂക്ലിയോടൈഡ്. നമ്മൾ റിക്വയർമെൻറ്റിൽ പറഞ്ഞു പ്രൈമർ വേണം, DNA പോളിമറേസുകൾ വേണം, ന്യൂക്ലിയോടൈഡുകൾ വേണം. അപ്പോൾ ഈ DNA പോളിമറേസും പ്രൈമറും യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചെയിനുകളായിട്ടാണ് പ്രൈമറുകൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ഉണ്ടാക്കുക. ഇതിലോട്ട് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയോടൈഡ്സുകൾ അവിടെ കയറി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി 3' എൻഡിലാണ് യൂഷ്വലി ജോയിനിങ് നടക്കുക എന്നുള്ളത്. നമ്മൾ DNA റെപ്ലിക്കേഷൻ പറയുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്.
DNA synthesis usually will occur at 3' end of each primer, and which will extend by joining the base complementary to DNA strand. And each duplicate stretches of DNA have one old and new strands of DNA. അപ്പോൾ ഒരു പ്രോസസ്സ് കഴിയുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ഫിഗർ കാണുന്ന സമയത്ത് മനസ്സിലാക്കാം, ദിസ് ഈസ് ദ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറുള്ള സാധനത്തിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡീനാച്ചുറേഷനാണ്. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ 94 to 98 ഡിഗ്രി സെൽഷ്യസിലോട്ട് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആയിട്ട് മാറും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അനീലിംഗ് ആണ്. പ്രൈമർ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ട്രാൻഡിൻ്റെ മുകളിലും പ്രൈമർ DNAസുകൾ കോംപ്ലിമെൻ്ററി ആയിട്ട് 3' എൻഡിൽ നിന്ന് 5' എൻഡിലോട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂക്ലിയോട്ടൈഡൊക്കെ ആഡ് ചെയ്ത് 72 ഡിഗ്രി സെൽഷ്യസിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റ്റൻഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഓരോ സ്ട്രാൻഡും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് കൂടി സിന്തസിസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ ദ വൺ സൈക്കിൾ we will get a 2 double stranded DNA, and each double stranded DNA will contain one old strands of DNA and one new strands of DNA. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. റെഡ് കളറിലാണ് നമ്മൾ 2 സ്ട്രാൻഡും സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA ഒരു സൈക്കിൾ അവസാനിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൻ്റെ കൂടെയുള്ള സ്ട്രാൻഡ്, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ന്യൂ സ്ട്രാൻഡായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു സ്ട്രാൻഡ് ഓൾഡും ഒരു സ്ട്രാൻഡ് ന്യൂ ആയിട്ട് സിന്തസിസ് ചെയ്തിട്ടുള്ള സ്ട്രാൻഡായിട്ടായിരിക്കും ആഫ്റ്റർ ദ എക്സ്റ്റൻഷൻ ഓർ ഇലോങ്ങേഷൻ ഓഫ് സിന്തസിസ്. ഓക്കെ, നൗ വി വിൽ റിപ്പീറ്റ് മിനിമം ഓഫ് 20 to 40 ടൈംസ്. നമുക്കൊരു 1 ബില്യൺ കോപ്പീസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ജസ്റ്റ് 20 to 40 സൈക്കിൾ. അപ്പോൾ ഇതിനിപ്പോൾ എത്ര സമയം വേണമെന്ന് നമ്മൾ പറഞ്ഞു, വളരെ കുറഞ്ഞ സമയം മതി. 20 to 30 സെക്കൻഡ്, ദെൻ 20 to 40 സെക്കൻഡ്, അഗെയിൻ ഒരു 1 മിനിറ്റ് മാക്സിമം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു 20 to 40 ടൈംസ് നമ്മൾ ഈ ഒരു സൈക്കിൾ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ over 1 billion copies of the original piece of DNA. Okay, so after the 20 to 40 times of repeating the cycle, to finalize the elongation step, നമ്മൾ ഈ 20 to 40 ടൈംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം in order to stop or in order to finalize the elongation step, we will keep the temperature of 74 degrees Celsius for 5 to 15 minutes. ഓക്കെ, ഫൈനലി നമ്മൾ 72 ഡിഗ്രി സെൽഷ്യസിലുണ്ടായിരുന്ന എക്സ്റ്റൻഷൻ ഓർ ഇലോങ്ങേഷൻ സിന്തസിസ് സ്റ്റേജിലുണ്ടായിരുന്ന ടെമ്പറേച്ചറിനെ 70 to 74 ഡിഗ്രി സെൽഷ്യസിൽ 5 to 15 മിനിറ്റ്സ് കീപ്പ് ചെയ്യും in order to finalize the elongation step, and then we will make sure all the single stranded DNA molecules are completely extended. Okay, so this is the basic steps of PCR. Step 1 denaturation, step 2 annealing or renaturation. സോ ഈ സമയത്ത് ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടെമ്പറേച്ചറും ഇവിടെ നടക്കുന്ന പ്രോസസ്സും ഇവിടെ ആഡ് ചെയ്യുന്ന എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സുകളൊന്നും ഇല്ലാതെ ഈ സ്റ്റെപ്സിനൊന്നും മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വെറുതെ ഹെഡിങ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഡീനാച്ചുറേഷൻ സ്റ്റേജിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ 94 to 98 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 to 30 സെക്കൻഡ് ആണെന്ന് എഴുതാതെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞ് എഴുതിയിട്ടും കാര്യമില്ല. മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 94 to 98 ഡിഗ്രി സെൽഷ്യസ് 20 to 30 സെക്കൻഡ് ഹീറ്റ് റൈസ് ചെയ്യുന്ന ടെമ്പറേച്ചർ, അതാണ് ഈ സ്റ്റെപ്പ്. അവിടെ നടക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് മെൽറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാകുന്നതാണ്. അനീലിംഗ് ഓർ റീനാച്ചുറേഷൻ എന്ന് പറയുന്നത് ആ 94 to 98 ഡിഗ്രി സെൽഷ്യസിലുള്ള സൊല്യൂഷനെ 54 to 65 മാറ്റുന്നതാണ് 4 and 20 to 40 seconds along with the addition of primer as well as ഈ stable DNA polymerase. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിൽ ടെമ്പറേച്ചറുകൾ, ടൈം, നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ, ഇത്രയും സാധനങ്ങളൊന്നും എഴുതാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് ഈ പോയിന്റുകൾ നിർബന്ധമായിട്ടും ആൻസറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിന് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് 1 മില്യൺ ഫോൾഡ് ടാർജറ്റ്, ഒരു 20 to 40 സൈക്കിളൊക്കെ കഴിയുമ്പോഴാണ് ഒരു DNA ബില്യൺ കണക്കിനുള്ള
കോപ്പീസ് നമുക്ക് കിട്ടുക എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് DNA cycles. So after the first cycle there will be denaturation, renaturation and annealing. So after the annealing we will get new strands. അപ്പോൾ ന്യൂ സ്ട്രാൻഡ് കാണുന്ന സമയത്ത് മനസ്സിലാക്കാം ഹിയർ ബ്ലാക്ക് കളറിലാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറി അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള 3' എൻഡിൽ നിന്ന് 5' എൻഡിലോട്ട് ഇലോങ്ങേഷൻ നടന്നു. പുതുതായിട്ട് 2 സ്ട്രാൻഡ്സ് ഓഫ് DNA കിട്ടി. ഈ DNAയുടെ 2 കോപ്പി കിട്ടി. ഓക്കെ, ആ 2 കോപ്പിയിലും ഒരു സ്ട്രാൻഡ് പഴയതും ഒരു സ്ട്രാൻഡ് പുതുതായിട്ടും സിന്തസിസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ സൈക്കിൾ രണ്ടാമത്തെ സൈക്കിളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ DNA ഒന്നും കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കൊടുത്ത ഒരു DNA 2 DNA ആയിട്ട് മാറിയിട്ടുണ്ട്. സെക്കൻഡ് സൈക്കിളിൽ ഈ ഒരു പ്രോസസ്സിന് ഇവിടെ 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ന്യൂലി സിന്തസിസ്ഡ് ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. അഗെയിൻ അടുത്ത സൈക്കിൾ തുടങ്ങുമ്പോൾ അവിടെ ഡീനാച്ചുറേഷൻ, ഇലോങ്ങേഷൻ നടക്കും. ഈ 2 സ്ട്രാൻഡ്സ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA 4 ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി മാറ്റും രണ്ടാമത്തെ സൈക്കിൾ കഴിയുന്ന സമയത്ത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സൈക്കിളിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടാർഗറ്റ് DNA എന്ന് പറയുന്നത് സെക്കൻഡ് സൈക്കിളിൽ കിട്ടിയിരിക്കുന്ന 4 ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. 4 ഡബിൾ സ്റ്റാൻഡേർഡ് DNA അഗെയിൻ ഡീനാച്ചുറേഷൻ, ഇലോങ്ങേഷൻ നടന്ന് 8 പുതുതായിട്ട് സിന്തസിസ് ചെയ്തിട്ടുള്ള DNA സ്ട്രാൻഡ്സ് നടക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA. ഇങ്ങനെ നമ്മളൊരു 30 to 40 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ബില്യൺ കോപ്പീസ് ഓഫ് ദ ഡിസൈറബിൾ ടാർഗറ്റ് DNA. ഓക്കെ, നൗ എന്തൊക്കെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് ഫോർ an ഒപ്റ്റിമൽ PCR? ഒരു ഒപ്റ്റിമൽ PCR ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈമറാണ്. പ്രൈമർ ഈസ് വെരി വെരി എസെൻഷ്യൽ ഫോർ an PCR. പ്രൈമർ ഇല്ലാതെ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സോ ദ ലെങ്ത് ഓഫ് an ഐഡിയൽ പോളിമർ ഈസ് 70 to 30 ന്യൂക്ലിയോടൈഡ്. 17 to 30 ന്യൂക്ലിയോടൈഡ് വരെ ലെങ്ത് ഉള്ള ഒരു പ്രൈമറാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള പ്രൈമർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ പ്രോപ്പർട്ടി ദറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്നിങ് എനി സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് വിത്തൗട്ട് എനി കോംപ്ലിമെൻ്ററി ആർ ഐഡിയൽ. ഓക്കെ, ഇതിന് ഒരു സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാവാൻ പാടില്ല, അതിനൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പ്രൈമറാണ് എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള പ്രൈമർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കോംപ്ലിമെൻ്ററി പ്രൈമർ ക്യാൻ ഹൈബ്രിഡൈസ് ടു ഫോം പ്രൈമർ ഡൈമർ ആൻഡ് വിച്ച് ക്യാൻ ബി ഗെറ്റ് ആംപ്ലിഫൈഡ് ഇൻ PCR. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല, വിത്തൗട്ട് കോംപ്ലിമെൻ്ററി എന്ന ദെംസെൽസ് ആർ ഐഡിയൽ എന്ന് പറയും. ഇനി എന്ത് സംഭവിക്കും, ഈ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൈമറുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൈമറുകൾ ഹൈബ്രിഡൈസ് ചെയ്യും. ഓക്കെ, ഒരു പ്രൈമർ വേറൊരു ആ പ്രൈമറിൻ്റെ രണ്ടാമത്തെ പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറുകൾ തമ്മിലാണ് അവിടെ ഡൈമർ ഫോം ചെയ്യുക. ഓക്കെ, നമ്മൾ സിംഗിൾ സ്ട്രാൻഡ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ് യൂസ് ചെയ്തു. ഈ 2 സെപ്പറേറ്റ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഓഫ് DNA കോംപ്ലിമെൻ്ററി ആയിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡൈമർ ഫോം ചെയ്യും. പിന്നെ നമ്മൾ PCR ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ആംപ്ലിഫൈ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഡിസൈറബിൾ DNA ഓർ ടാർജറ്റ് DNA ആംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഈ DNA ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, നൗ സെക്കൻഡ് കീ ഫാക്ടർ ഫോർ ആൻ ഒപ്റ്റിമൽ PCR ഈസ് DNA പോളിമറൈസേഷൻ. സോ ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇലോങ്ങേഷൻ സ്റ്റെപ്പിനെ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഓഫ് ഇലോങ്ങേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഒരു എക്സാമ്പിളാണ് ടാക് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. ഈ ടാക് DNA പോളിമറൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ അപ് ടു 95 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന് പ്രൂഫ് റീഡിങ് എക്സോന്യൂക്ലിയസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ദർ ആർ സം ചാൻസസ് ഓഫ് എറേഴ്സ്. ഓക്കെ, ഇനി എപ്പോഴാണ് DNA പോളിമറൈസ് ആഡ് ചെയ്യുക എന്നുള്ളത്? DNA പോളിമറൈസ് യൂഷ്വലി നമ്മൾ ആഡ് ചെയ്യുക ആഫ്റ്റർ ദ ഡീനാച്ചുറേഷൻ സ്റ്റെപ്പ് ഓഫ് ഫസ്റ്റ് സൈക്കിളാണ്. ഫസ്റ്റ് സൈക്കിള് ഡീനാച്ചുറേഷൻ 94 to 98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് ഡീനാച്ചുറേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം റീനാച്ചുറേഷൻ സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ
DNA polymerase enzyme add along with the primer. Okay, so these are some of the example of DNA polymerase, DMA polymerase from Dermatoja marittima, and PFU DNA polymerase from Phyrococcus porosus. Okay, so these are some of the example of DNA polymerase. Now coming to the next key factor which will give an optimal PCR, that is target DNA. ഒരു PCR സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടാർഗറ്റ് DNA എന്ന് പറയുന്നത് ആ ടാർഗറ്റ് DNAയുടെ സീക്വൻസ് എത്രത്തോളം ചെറുതാകുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇൻ ജനറൽ ഷോർട്ടർ ദ സീക്വൻസ് ഓഫ് ടാർഗറ്റ് DNA ബെറ്റർ വിൽ ബി ദ എഫിഷ്യൻസി ഓഫ് PCR. എത്രത്തോളം ചെറിയ ടാർഗറ്റ് DNA ആണ് യൂസ് ചെയ്യുന്നത് അത്രത്തോളം നല്ല രീതിയിലുള്ള കോപ്പീസാണ് കിട്ടുക. ഇത് ഈ സീക്വൻസ് കൂടുന്നതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അതിൻ്റെ എറർ വരാനുള്ള ചാൻസസുകളുണ്ട്. അതുപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളാണ് DNA സ്ട്രാൻഡ്സിൽ ഉള്ളതെന്നുണ്ടെങ്കിലും എഗെയിൻ PCR-നെ ഹിൻഡർ ചെയ്യാനുള്ള ഈ സീക്വൻസിൽ ഈ ഗ്വാനിൻ സൈറ്റോസിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസ് കൂടുതലാണെങ്കിലും PCR-നെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, നൗ ദർ ആർ അനദർ ഫാക്ടേഴ്സ് ലൈക്ക് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഇൻഹിബിറ്റേഴ്സ്. പ്രൊമോട്ടേഴ്സ് ആൻഡ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ചില സമയത്ത് PCR എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബൊബൈൻ, സിറം ആൽബുമിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ദേ വിൽ പ്രൊട്ടക്ട് ദ എൻസൈം DNA polymerase so that it will increases the PCR. Some substances like inhibitors like humic acid, okay, humic acid ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, it will inhibit the PCR. So that is the importance of promoters and inhibitors. Now there are different types of variations of PCR according to the DNA, target DNA we are using. One is nested PCR, you can read it. I am not going to explain this different variations. അപ്പോൾ നെസ്റ്റഡ് PCR എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയേഷൻ ഉണ്ട്. നോർമൽ PCR-ൻ്റെ സ്റ്റെപ്പിൽ നിന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് PCR ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇൻവേഴ്സ് PCR ഉണ്ട്, അതുപോലെ തന്നെ ആങ്കർ PCR ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR ഉണ്ട്, RT-PCR. നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ RT-PCR ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് PCR. ഇവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈം എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ കയ്യിലൊരു RNA ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ RNA-ന്ന് DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എൻസൈം. അപ്പോൾ ഒരു RNA വൈറസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് RT-PCR എന്ന് പറയുന്നത്. സോ വി വിൽ ആംപ്ലിഫൈ ദ RNA മോളിക്യൂൾ to double stranded DNA by using reverse transcriptase enzyme. Okay, so ഈ കോംപ്ലിമെൻ്ററി DNA mRNA എന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോംപ്ലിമെൻ്ററി DNA ആണ് PCR-ൽ അതിൻ്റെ ടെംപ്ലേറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ നോക്കിയിട്ട് ഒരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, കൊറോണ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ mRNA-ൻ്റെ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് സിമിലർ, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കൊറോണയുമായി സിമിലർ ആണെങ്കിൽ വി ക്യാൻ കൺഫേം ദിസ് ഈസ് കോസ്ഡ് ബൈ കൊറോണ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ PCR or RT-PCR. Now another one is real-time quantitative PCR. Okay, so these are the different variations of PCR. Finally the application, more important, ഇത് മാത്രമായിട്ട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. So there are different applications like clinical diagnosis, DNA sequencing, gene manipulation, comparative study, forensic medicine, comparison, PCR in plant science, etc. So let's see one by one. First one is clinical diagnosis. അപ്പോൾ പലപ്പോഴും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഫിനൈൽകീറ്റോണിയ, ഇതൊക്കെ ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അമിനോ സെൻറ്റസിസ് നടത്തിയിട്ട് ഈ കോറിയോണിക്സ് വില്ലേജ് സാമ്പിളുകളൊക്കെ എടുത്തിട്ട് നമ്മൾ അതിനെ PCR ചെയ്ത് അതിലുള്ള DNA സീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിക്കിൾ സെല്ല് കോസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകളുണ്ടോ എന്നൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഡയഗ്നോസിസ് ഓഫ് റിട്രോ വൈറൽ ഇൻഫെക്ഷൻസ് ഫോർ HIV ഇൻഫെക്ഷൻസിൻ്റെ ഒക്കെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ RNA വൈറസുകളാണെങ്കിൽ റിവേഴ്സ്ഡ് RT-PCR ചെയ്തിട്ട് കോംപ്ലിമെൻ്ററി DNA നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാം. ട്യൂബർക്ലോസിസ് കോസ്ഡ് ബൈ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ ലൈക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കോസ് ചെയ്യുന്ന സർവൈക്കൽ ക്യാൻസറിനൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് PCR യൂസ് ചെയ്യാറുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് എംബ്രയോ, ചെറിയ എംബ്രയോ ആവുന്ന സമയത്ത് തന്നെ PCR യൂസ് ചെയ്തിട്ട് ജനറ്റിക് ഫാക്ടർ നോക്കി എക്സ് ഫാക്ടർ ഉണ്ടോ വൈ ഫാക്ടർ ഉണ്ടോ എന്നുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെക്സ് ക്രോമസോമിനെ സ്പെസിഫിക് ആയിട്ടുള്ള സെക്സ് ക്രോമസോമിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ സം ഓഫ് ദ application in clinical diagnosis. Now coming to the second application, that is DNA sequencing. അപ്പോൾ DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് അവർ സാമ്പിൾ ഈസ് വെരി വെരി ലെസ്, നമുക്കൊരു ചെറിയ ഒരു സെല്ലാണ്, ഒരു ഹെയറാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ ഹെയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PCR യൂസ് ചെയ്യും. അത് എന്ത് പർപ്പസിനാണെന്നുള്ളതിനനുസരിച്ച് ഫോറൻസിക് ആണെങ്കിൽ ഫോറൻസിക് ആ ഒരു പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് രീതിയിലായിരിക്കും. ഓക്കെ. ദെൻ ജീൻ മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ സ്റ്റഡി. സോ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇൻ ഓർഡർ ടു സ്റ്റഡി ജനറ്റിക് എഞ്ചിനീയറിംഗ് വി റിക്വയർ സം കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം, റൈറ്റ്? സോ ബട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, കണ്ടാമിനേഷൻസുകൾ വരാനുള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യലായിട്ട് PCR ചെയ്യുന്ന സമയത്ത് വി ക്യാൻ യൂസ് ജീൻ മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ സ്റ്റഡീസ്. ഓക്കെ. നൗ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഓർ ജീനോംസ്, ഇവല്യൂഷണറി ബയോളജി മനസ്സിലാക്കാൻ വേണ്ടി പാരൻറ്റിൽ നിന്ന് എത്രത്തോളം, ഗ്രാൻഡ് പാരൻസിൽ നിന്ന് എത്രത്തോളം ജീനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സീക്വൻസിങ് നടത്തിയിട്ട്. ഫോറൻസിക് മെഡിസിൻസിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ കമ്പാരിസൺ വിത്ത് ജീൻ ക്ലോണിങ്. അപ്പോൾ ട്രഡീഷണലായിട്ട് ജീൻ ക്ലോണിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡും അതിന് പകരമായിട്ട് ഒരു ജീനിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ എക്സ്പ്രഷൻ വെക്ടറാണോ ക്ലോണിങ് വെക്ടറാണോ എന്നുള്ളതിനനുസരിച്ച് ജീന് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ജീനെ എക്സ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞു. അപ്പോൾ അതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജീൻ ക്ലോണിങ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. DNA നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു ഡു ദ ജനറ്റിക് എഞ്ചിനീയറിംഗ്. സിമ്പിളി വി ക്യാൻ ഡു ദ PCR ഡയറക്റ്റ് ചെയ്താൽ മതി. ജീന് മാത്രം കൂട്ടാൽ മതി ജനറ്റിക് മെറ്റീരിയൽ ആംപ്ലിഫൈ ചെയ്യാൻ. അതല്ല, ആ ജീനെ എക്സ്പ്രസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടത്തി അവിടെ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാകും. ഓക്കെ. സോ ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ വിത്ത് ജീൻ ക്ലോണിങ്. Then sometime we will use PCR in the plant science. Then plant science-ൽ plant സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ബ്രീഡിങ് നടത്താൻ വേണ്ടി, സ്പീഷീസിനെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അതിൽ ജനറ്റിക് എഞ്ചിനീയറിങ് നമ്മളൊക്കെ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോസുകളൊക്കെ വന്നു. അപ്പോൾ ഇതുപോലെ മോഡിഫൈ ചെയ്തിട്ടുള്ള ജീനിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ആ ജീന് കൊടുത്തിട്ടുള്ള സ്പീഷീസുകളൊക്കെ യൂസ് ചെയ്യും. ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് PCR. അപ്പോൾ ഇതിൽ നമ്മൾ ഈ PCR എന്ന് പറയുന്ന സമയത്ത് ഇതൊരു 5 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നിർബന്ധമായിട്ടും ഡെഫിനിഷൻ എഴുതണം, നിർബന്ധമായിട്ടും അതിൻ്റെ റിക്വയർമെൻറ്റ്സുകൾ എൻലിസ്റ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും 3 സ്റ്റെപ്സുകൾ നിർബന്ധമായിട്ടും with their temperature and duration of the increasing temperature and what are the substances added in that respective stages. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. വെറുതെ ഹെഡിങ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുകയാണ്. അത് എക്സാമിനാണെങ്കിലും സെഷണൽ എക്സാമിനാണെങ്കിലും ശരി, യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും ശരി, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതാത് സ്റ്റെപ്പിലുള്ള ടെമ്പറേച്ചർ, അതിൻ്റെ ടൈം, അവിടെ നടക്കുന്ന എന്ത് പ്രോസസ്സാണ് എന്നുള്ളത് ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ PCR, polymerized chain reaction. So in this video we had discussed about the definition, principle, methods and applications of PCR.